പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം ഇടയാക്കിയതിന് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അവൻ ഈ മീഡിയ മുഖാന്തരം നിങ്ങളെ കാണുവാൻ ദൈവം സഹായിച്ചതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം തിരുവത്താഴ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താ, അത് കഴിക്കുമ്പോൾ, ആ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്താണ് ആ ശുശ്രൂഷ നമ്മോട് പറയുന്നത്, നമുക്ക് എന്താണത് പ്രയോജനം എന്നതിനെ കുറിച്ച് ഒരു 8 പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് വിരമിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ഒരു ഭാഗം വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത് ഇപ്രകാരം പറയുന്നു: ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ഒത്തിരി പഠിപ്പിക്കലുകൾ ഈ ലോകത്തിനകത്തുണ്ട്. ഓരോ പഠിപ്പിക്കലുകളും അതിനനുസരിച്ചുള്ള വചനങ്ങളും വേദപുസ്തകത്തിൽ നിന്നും കണ്ടെത്തുന്നുണ്ട്. പാദ ശുശ്രൂഷ അവോയ്ഡ് ചെയ്യുന്നതുണ്ട്. ചില വ്യക്തികൾ അത് അംഗീകരിക്കുന്നതുണ്ട്. ഇരുട്ടിൽ സന്ധ്യയാകുമ്പോൾ മാത്രം ഇത് ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഈ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഇങ്ങനെ പല നിലവാരങ്ങളിലുള്ള പഠിപ്പിക്കലുകൾ തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ച് പറയപ്പെടുന്നു. കർത്താവായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ചില ആലോചനകൾ നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. തിരുവത്താഴ ശുശ്രൂഷ ഏത് സമയത്ത് എടുത്താലും ആ ശുശ്രൂഷ നമ്മോട് എന്താ പറയുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ചില വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ക്രിസ്തു അവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർക്കുന്ന ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. അതിനാധാരമായിട്ട് 2 ഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്: പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ വേളയിൽ ശിഷ്യന്മാരോട് പറയുവാനായിട്ടിടയായി. ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ശുശ്രൂഷ നിങ്ങൾ തമ്മിൽ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം അവിടെ വിളിച്ചു പറയുകയാണ്. 1 കൊരിന്ത്യരിലെ ലേഖന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം വായിക്കുമ്പോഴും അവിടെ പറയുന്നതും ഇത് തന്നെയാണ്: എൻ്റെ ഓർമ്മയ്ക്കായി ഈ ശുശ്രൂഷ ചെയ്യുവൻ. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷ ഒരു വ്യക്തി ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഷോർട്ടായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യേണ്ട ശുശ്രൂഷ ആയതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജഡപ്രകാരമായിട്ടല്ല ആ ശുശ്രൂഷ പങ്കെടുക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിക്കപ്പെട്ട, എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ വേണം ആ ശുശ്രൂഷ നമ്മൾ എടുക്കുവാനായിട്ട് ഇടയാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പലരും പല വിവിധ ചിന്താകുലങ്ങളിൽ കൂടിയാണ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത്. പരിശുദ്ധാത്മ പറയുന്നു, കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ നാമും കർത്താവിന്റെ ഓർമ്മ നമ്മിലേക്ക് ഉണ്ടാകുക മാത്രമല്ല, നമ്മുടെ സ്വഭാവങ്ങൾക്ക് ഒരു ക്രമീകരണം ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ശുശ്രൂഷയിൽ മെയിനായിട്ട് പറയുന്ന ഒരു ഭാഗം, യേശുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് പോകുന്നതായ യൂദാസിന്റെ കാര്യങ്ങളും വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാം. കോഴി കൂവുന്നതിന് മുമ്പിൽ 3 പ്രാവശ്യം തള്ളിപ്പറയും എന്നുള്ള കാര്യം അറിയാന്നുള്ള പത്രോസും ആ കൂട്ടത്തുണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും അവോയ്ഡ് ചെയ്യാതെ അവരെ എല്ലാവരെയും സ്നേഹത്തോടുകൂടെ ആ ശുശ്രൂഷ ചെയ്യുവാനായിട്ടിടയായി. നമുക്ക് ഇതുപോലെ ചെയ്യുവാനായി കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ഇന്ന് ഓർക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത പോയിന്റ് പറയുന്നത്, ക്രിസ്തു ആരംഭിച്ച പുതിയ നിയമത്തിന്റെ ഉടമ്പടിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്നതാണ് ഈ ശുശ്രൂഷ. പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒത്തിരി ഭാഗങ്ങൾ വിവരിക്കാനുണ്ടെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് പറയാം. സ്നേഹമായിരിക്കുന്ന ദൈവം, സ്നേഹത്തിന്റെ സുവിശേഷം നാം അറിയിക്കണം എന്നുള്ളത് പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉടമ്പടിയാണ്. ക്രൈസ്തവോ,
സ്നേഹത്തിന്റെ സുവിശേഷം, സമാധാനത്തിന്റെ സുവിശേഷം. ഈ ഉടമ്പടി പ്രകാരം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ശുശ്രൂഷയെ നമ്മൾ ഓർക്കുക, ഈ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കണമെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു. അതിന് ആധാരമായിട്ട് പറയപ്പെടുന്നത് 1 കൊരിന്ത്യരുടെ ലേഖന പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകും. അവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു രക്തം ചൊരിഞ്ഞ് നമുക്ക് വേണ്ടി സ്നേഹത്തിന്റെ ഒരു സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനിടയായി. അതാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എന്തൊക്കെയാണെന്ന് ഒത്തിരി ഭാഗങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അതുപോലെ തന്നെ അടുത്ത ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോഴും അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന്റെ പുതിയ നിയമമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന രക്തത്തിന്റെ പുതിയ നിയമം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ആമേൻ. രക്തത്താൽ കർത്താവ് മാനവരാശിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ഒരു ഉടമ്പടിയാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ആമേൻ. അതുപോലെ ആമേൻ 3-ാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, ഇത് ഈ ആമേൻ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആമേൻ പോഷക ആഹാരം വെളിപ്പെടുകയാണ്. ആത്മീകമാകുന്ന പോഷകം, ആമേൻ. അതുപോലെ ഭൗതികമാകുന്ന ഉന്മേഷത്തിന് വേണ്ടി ആമേൻ ശുശ്രൂഷയായി ഇത് മാറുകയാണ്. ഭൗതികമായും ആത്മീകമായും വർധനവ് പ്രാപിക്കുന്നതിന് ഉതകുന്ന ഒരു ശുശ്രൂഷയാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവത്താഴ ശുശ്രൂഷ അവൻ വളരെ മാന്യതയോടുകൂടെയും ബഹുമാനത്തോടു കൂടിയാണ് നാം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകേണ്ടത് എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. അതിന് ആധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ദാഹിക്കില്ല, ഒരു നാളും വിശക്കില്ല, ഒരു നാളും അവന്റെ ജീവിതം തകരുകയില്ല, അവന്റെ ഉള്ളിനകത്ത് ജീവൻ ഉണ്ടാകും എന്ന് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവൻ ജീവന്റെ അപ്പം നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മീക വളർച്ചയ്ക്കും ഭൗതിക വളർച്ചയ്ക്കും അവൻ അത്ഭുതകരമാകുന്ന ഒരു ആഹാരമായിട്ട്, ഒരു പോഷക ആഹാരമായിട്ട് ഈ ശുശ്രൂഷ മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അപ്പോൾ ആത്മീകമായി വളർച്ച മുരടിച്ചിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, അവരുടെ ജീവിതത്തിനകത്ത് ഈ ശുശ്രൂഷ അനുഭവിക്കുന്നതിന് കുറവാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിനകത്ത് വളർച്ച മുരടിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് പല സ്ഥലങ്ങളിലും ഈ ശുശ്രൂഷയ്ക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള സമയമില്ല. പെട്ടെന്ന് ഇതിനു വേണ്ടി ഒരു പ്രത്യേകതരമാകുന്ന ഒരു സമയം ക്രമീകരിച്ച് ചെയ്യേണ്ടതിന് പകരം എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ശുശ്രൂഷ മാറിയിരിക്കുകയാണ്. വേദപുസ്തകം വ്യക്തമായി പറയുന്നത് ഈ ശുശ്രൂഷ ഒത്തിരി പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയായതുകൊണ്ട് ഇതിന് നമ്മൾ വളരെ ഭയഭക്തിയോടുകൂടെ വേണം ഇത് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ 4-ാം ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നു. ക്രിസ്തുവുമായുള്ള ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിന് ആധാരമായിട്ട് യോഹന്നാൻ സുവിശേഷം 6:47 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലരുടെയും ജീവിതത്തിനകത്ത് കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും മധ്യത്തിൽ അവരുടെ വിശ്വാസം തകർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക്
വിശ്വാസത്തിൽ നിന്ന് ഉറച്ചു നിൽക്കേണ്ടതിനാ ദൈവം ഈ ശുശ്രൂഷ വെച്ചിരിക്കുകയാ. ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശ്വാസത്തിൽ നിന്നും പതറിപ്പോകുവാൻ കഴിയില്ല. ഒരിക്കലും അവരുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ തകർന്നു പോകുവാൻ വരത്തില്ല. കാരണം ഈ ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ വേഷ പങ്കെടുക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു നിത്യ ജീവനുണ്ടാകും. ഞാൻ നേരത്തെ തൊട്ടു മുമ്പിൽ പറഞ്ഞല്ലോ, കർത്താവ് എന്നത് ജീവന്റെ അപ്പമാണ്. ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ ഒരിക്കൽ വിശക്കില്ല എന്നതുപോലെ ഈ അപ്പം കഴിക്കുന്ന വ്യക്തിയുടെ ഉള്ളിനകത്ത് നിത്യ ജീവനുണ്ട്. പ്രൈസലോ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് വിശ്വസിച്ചാൽ മാത്രമേ ഈ നിത്യജീവൻ എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയൂ. വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്നു, വിശ്വാസം ദൈവവുമായിട്ടുള്ള വിശ്വാസം ഉറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ തിരുവത്താഴ ശുശ്രൂഷ എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. അതുപോലെ 5-ാമത്തെ ഭാഗം, കർത്താവിന്റെ വരവ് വരെയും അവൻ നമുക്ക് വേണ്ടി മരിച്ച ആ മരണത്തെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മരണത്തെ ഓർക്കുന്ന, നമുക്ക് വേണ്ടി കർത്താവ് മരിച്ച ആ അനുഭവത്തെ എന്തിനാണ് ദൈവം മരിച്ചത്, ദൈവത്തിന്റെ മരണത്താൽ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തെ പ്രസ്താവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ എന്ന് വ്യക്തമായ വേദപുസ്തകം പറയുന്നു. അതിന് ആധാരമായിട്ട് 1 കൊരിന്ത്യർ ലേഖന പുസ്തകം 11-ാം അധ്യായം 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവിന്റെ വരവ് വരെയും യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ എന്ന സന്ദേശം നമ്മെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഉണർത്തുന്ന ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത്. പലരും ദൈവത്തിന്റെ മരണത്തെ കുറിച്ച് ഓർക്കാറില്ല. ദൈവം നമുക്ക് വേണ്ടി പാടുപെട്ട ആ ഭാഗത്തെ നമ്മൾ ഓർക്കാറില്ല. ദൈവം അത്ഭുതം ചെയ്തതും ദൈവം രോഗങ്ങളെ സൗഖ്യമാക്കിയതും ഇത് മാത്രം എല്ലാവർക്കും മതി. പക്ഷെ ആരും കർത്താവിന്റെ മരണത്തെ, കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതയെ, കർത്താവ് നമുക്ക് വേണ്ടി വില കൊടുത്ത് നൽകി തന്ന ആ ദിവ്യ സ്നേഹത്തെ, നിത്യ ജീവനെ നാം ആരും ഓർക്കാറില്ല. അവർക്ക് അതൊന്നും ഓർക്കാനുള്ള സമയമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് വരെയും ഈ മരണത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നതിന് വേണ്ടി, ഇതിനെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷ പങ്കെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അടുത്ത പറയുന്നത് ഉടമ്പടി പുതുക്കലും കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷ നമുക്ക് ദൈവം നൽകപ്പെട്ടിരിക്കുന്നത്. അതിന് ആധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 56 വായിക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗമാണ്. ഈ ശുശ്രൂഷ ഒരു വ്യക്തി ഏറ്റെടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ സംഭവിക്കുകയാണ്. ദൈവവും നാമുമായിട്ടുള്ള ഒരു കൂട്ടായ്മ. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ഞാൻ വാതിൽക്ക് വന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വളരെ മനസ്സിലാക്കണം, ഈ ഭാഗമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ അത്താഴം നാം കഴിക്കുമ്പോൾ നാം അവനിലും അവൻ എന്നിലും വസിക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഈ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നത്. അടുത്ത ഭാഗം വായിക്കുമ്പോൾ സഭയുടെ ഐക്യത്തെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നാം സഭയോടുകൂടെ നമുക്കൊരു ഐക്യത ഉണ്ടാവുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഭാഗത്തെ കുറിച്ച് വിശദീകരിക്കാൻ ഒത്തിരി സമയം നമുക്ക് ആവശ്യമുണ്ട്. കാരണം അത്രമാത്രം വിഷയങ്ങൾ ഇതിൽ കിടക്കുകയാണ്. എങ്കിലും രാമൻ അതിൽ നിന്നും ചില ഭാഗങ്ങൾ മാത്രം ഞാൻ അതിൽ നിന്നും അടർത്തി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ സഭയുടെ ഐക്യം എങ്ങനെയാണ് ഈ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നത് ചോദിച്ചാൽ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. നാം ഈ ശുശ്രൂഷ ഒരു സഭയ്ക്കകത്ത് നാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ്, അവിടെ ഇരിക്കുന്ന സകല വ്യക്തികളുടെ മനസ്സും ഒരു അപ്പത്തിന്റെ അംശികളായി മാറുകയാണ്. ഒരു അപ്പത്തിന്റെ അംശികളായി മാറുമ്പോൾ ഒരിക്കലും നാം വേർപെട്ടിരിക്കത്തില്ല. നാം ഒരുമിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളും ഒന്നിച്ചിരിക്കുന്നത് പോലെ സഭ എന്ന് പറയുന്ന ആ കൂട്ടായ്മയിൽ നാം ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഒരുമിച്ചുള്ള ഐക്യതയാണ് സഭയുടെ ഉയർച്ച. കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ഐക്യത ഉണ്ടാകുമ്പോഴാണ് ആ സഭയിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, മണവാട്ടി സഭ. പ്രൈസ് ദി ലോർഡ്. സഭയെ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിൽ സഭയെ പറയുന്ന പേരാണ് മണവാട്ടി. മണവാട്ടി എന്ന പേര് ദൈവത്തിന്റെ സ്വർഗത്തിൽ സഭ ഉണ്ടാകണമെങ്കിൽ സഭയായിരിക്കുന്ന നാം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ഈ സഭയായിരിക്കുന്ന നമുക്ക് ഒരു ഐക്യത ഉണ്ടാകണം. അതിനകത്ത് മറ്റു വിഷയങ്ങൾ ഉണ്ടാകാനായി പാടില്ല. അവിടെ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഒറ്റ ചിന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തു നമുക്കായി ചെയ്തത് ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം സഭയുമായിട്ട് ഒരു ഐക്യത അവിടെ ഉണ്ടാകുകയാണ്. അവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം 47-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവിടെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു സൈക്യം നമ്മിലുണ്ടെങ്കിലും പല വ്യക്തികളും നമ്മൾ ഈ ഐക്യത്തിൽ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പല ജാതികളായിരിക്കുന്ന, രക്ഷിക്കപ്പെടാതെ മാനസാന്തരപ്പെടാതെ കിടക്കുന്ന വ്യക്തികളും രക്ഷിക്കപ്പെട്ട് നമ്മോട് ചേർന്നുകൊണ്ടിരിക്കും. അതാണ് സഭയുടെ ഐക്യത. സഭയ്ക്കകത്ത് ഒരു ഐക്യതയുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യാതൊരു ശക്തിക്കും ഈ ക്രൈസ്തവ മേഖലയെ തൊടുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അടുത്ത ഭാഗം ഭാവി പ്രതീക്ഷ. ഈ കൂട്ടായ്മ നമ്മൾ ആചരിക്കുമ്പോൾ ഇത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലോ നമ്മൾ അത് എടുക്കുമ്പോൾ, ആ ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാവിയിൽ ഒരു പ്രതീക്ഷ വരുന്നു. എന്താ നമ്മുടെ ഭാവി? നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നാം കർത്താവിനോടൊപ്പം വസിക്കും. ഹല്ലേലൂയ. കർത്താവിനോടൊപ്പം വസിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത്, മനസ്സിനകത്ത് ഉറയ്ക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പരിശുദ്ധ ശുശ്രൂഷ നമ്മൾ പങ്കാളികളാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ യോഹന്നാൻ സുവിശേഷം 13:17 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഇത് അറിയുന്നവർ എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ എന്ന് പറയും. ഇത് അറിയുന്നവർ ചെയ്താൽ അവൻ ഭാഗ്യവാനാണ് എന്ന് പറയും. ഈ ശുശ്രൂഷയെ കുറിച്ച് മനസ്സിലാക്കുന്നവർ അത് ചെയ്യുകയാണെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. കാരണം അവൻ വസിക്കുന്നത് യേശുവിനോടൊപ്പമാണ്. ഹല്ലേലൂയ. യേശു പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, നിങ്ങൾ എന്നോടൊപ്പം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നാം യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും വ്യക്തമായിട്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, സ്വർഗത്തിൽ നമ്മെ സ്വീകരിക്കുവാൻ നമുക്കായി യേശുവുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ നമ്മൾ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ നിഷേധിച്ചാൽ നമ്മൾ സ്വർഗത്തിലും നിഷേധിക്കപ്പെടും. നാം ഇവിടെ യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ സ്വർഗത്തിലും നമുക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ 8 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ ദൈവം തമ്മിൽ ചെയ്യണമെന്ന് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളായി
ആയിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ആമേ ശുശ്രൂഷകളിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കർത്താവിന്റെ മെഷ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശുശ്രൂഷയെ ഒരിക്കലും ആമേൻ നമ്മൾ വ്യക്തമായി ചിന്തിക്കാതെ ഇത് ഭയഭക്തിയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ ഈ ശുശ്രൂഷ നീ അനുഭവിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ, ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഓഹരിയാകുവാൻ നിനക്ക് കഴിയും എന്നത് ഏതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ക്രൈസ്തവ മേഖലകളില് ക്രൈസ്തവ മേഖലകൾക്കെതിരെ ശക്തമായ പ്രതികൂലങ്ങൾ ലോകമെമ്പാടും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ശക്തമായ ദൈവത്തെ ആരാധിച്ചുയരുവാൻ കഴിയാത്ത നിലവാരങ്ങളിലുള്ള പ്രതികൂലങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയുകയാണ്, കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ഐക്യത നാം സഭയ്ക്കുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ എത്ര പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം കയറി വന്നാലും, എത്ര തീജ്വാലകൾ നിനക്കെതിരെ 7 ഇരട്ടിയല്ല 12 ഇരട്ടി നിനക്കെതിരെ കത്തിപ്പടർന്നാലും നിന്നെ തൊടാൻ കഴിയത്തില്ലെന്നോ ശക്തമായ വേദപുസ്തകം പറയുകയാണ്. അവിടെ പറയുന്ന ഒരു ഭാഗം, സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു ഭാഗം, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്നാ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ നീ എങ്ങനെയാണ് നിന്റെ മനോഭാവം, ഈ ശുശ്രൂഷയിൽ നിന്റെ മനോഭാവം എന്താണ് എന്ന് ഈ നാളുകളിൽ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഒരുപക്ഷെ ഈ ശുശ്രൂഷ അനുഭവിക്കാത്തവർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് അർഹനാകാൻ നിങ്ങളും യോഗ്യരാണ്. നിങ്ങളും കർത്താവ് ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് വരുവാൻ കഴിയും. അതിന് ചെയ്യേണ്ടത് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമെടുത്ത് ക്രിസ്തുവിനോട് ചേരാൻ നമ്മൾ തയ്യാറായാൽ ഈ ശുശ്രൂഷയ്ക്ക് നമുക്കും പങ്കാളികളാകുവാൻ കഴിയും എന്ന കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ ജീവിതത്തിലും ഈ ശുശ്രൂഷ ഇന്നു മുതൽ ഒരു പ്രാധാന്യം അർഹിക്കുന്നതായി തീരട്ടെ. ഭയഭക്തി ഉള്ളത് അനുഭവമായി തീരട്ടെ. സന്തോഷവും സമൃദ്ധിയുമുള്ള ഒരു ശുശ്രൂഷയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. കർത്താവ് ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.